ഗുഡ് മോർണിംഗ് സർ. ആ പിന്നെ ഞാൻ ചീഫ് മിനിസ്റ്ററെ വിളിച്ചിരുന്നു. അപ്പോൾ ഫൈനാൻസ് മിനിസ്റ്റർ തൽക്കാലം രാജിവെക്കാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. ആരോടും പറയണ്ട, രാജിവെച്ചാൽ അപ്പോൾ ഓരോ പറയും. അടുത്ത സ്ഥാനം നമുക്ക്. ഓക്കെ. ലൈസൻസ് ഓടടിച്ചോടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുപ്രഭാതം. ആര് പിടിച്ച് മുട്ടയടിച്ച് വിട്ടത്? നോക്കിക്കോ, നിന്നെ എടുത്തോളാം. ഞാൻ കൂടെ കളിച്ചോട്ടെ. എന്തുണ്ട് കയ്യില്? എന്തോ വേണം? എന്റെ തറവാട്ടില് കേട്ട് കാണും, കോയിക്കുളത്തറവാട്. 50 ഏക്കർ തെങ്ങും പുരയിടവും അതിനൊത്ത നെൽകൃഷിയും 12 ആനകളും 1 പിടി ആനയും അതിനൊത്ത കുട്ടിയാനകളും അടുക്കളയിലും അറപ്പുരയിലും സുഖമായി വാഴുന്നു. ഇനി നമ്പൂരി പറ. മനക്കിലെ കാര്യം പറഞ്ഞാ നേരം വെളുക്കും. കേട്ട് കാണും മേമന. നിലവറക്കുഴിയില് 800 പവൻ 300 കുടങ്ങളിലാക്കി തൊകൽപ്പട്ടയിട്ട് കുഴിച്ചിട്ടിരിക്കുക. അപ്പന്റെ കാലത്ത് 12 ബാല്യക്കാര് അഹോരാത്രം നിന്ന് കളിക്കുക. ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഇനി അച്ചായം പറ. എന്റെ കയ്യിൽ ഒന്നുമില്ലേ, ഞാൻ പാപ്പര. എന്റെ കയ്യിലൊന്നുമില്ല. എന്റെ കയ്യില് സെക്രട്ടേറിയറ്റ് ഉണ്ട്, AR ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, എയർ ഇന്ത്യ ഉണ്ട്, പിന്നെ മ്യൂസിയം ഉണ്ട്. എന്നാ നീ നേരത്തെ പറഞ്ഞു തലയ്ക്കണ്ടേ? ഈ ചെറുക്കിനും കൂടെ കൈയിട്ടോട്. എന്ത് എനിക്ക് ഇപ്പോ തരുമോ? നായര അല്ല, നായനാര്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മരുന്നൊക്കെ എടുത്തു വെച്ചു. ഗുഡ് മോർണിംഗ് എവറിബഡി. മരുന്ന് കഴിക്കേണ്ട സമയമായി. എല്ലാരും കൗണ്ടറിന്റെ അടുത്തേക്ക് വരണം. മതിയാക്കണോ തന്റെ ഒരു ധാന്യം? എന്റെ അന്തരാത്മാവിന്റെ തേങ്ങാക്കൊല മാങ്ങാത്തൊലി 42 43 44 81. എല്ലാം വിളിച്ച് പറഞ്ഞു കേട്ടില്ലേ? എല്ലാവരും ഭക്ഷണം മരുന്ന് കഴിക്കേ. 33. എനിക്ക് മരുന്ന് വേണ്ട. നീ മരുന്ന് കഴിക്കും. വേണ്ട. 4. നീ കഴിക്കും. വേണ്ട. 45. മരുന്നതാ. പേരെന്താ? വിനോദ് കുമാർ. വിനോദ് വിളിക്കും. ഇത് കഴിക്കുവോ? ഇന്ന് കഴിച്ചോന്ന് വരും, നാളെ തൊട്ട് കഴിക്കില്ല. നാളെ കഴിക്കാം. മരുന്ന് കഴിക്കണോ? താനല്ലേ കഴിക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? 37. സിസ്റ്റർ റേച്ചൽ, യെസ് സർ. കം ഔട്ട്. നിങ്ങളോട് പറഞ്ഞല്ലേ ത്രേസ്യ എന്ന നേഴ്സിനെ ഞാൻ പറയാതെ ഡ്യൂട്ടി കയറ്റരുതെന്ന്? യെസ് സർ. Then how come she is attending the theatre duty? I will not encourage any loopholes in my administration here. My decision is final. Yes, final. And I will not show any sympathy to anyone who disobeys me. സർ, അത് ആദ്യമായിട്ടാണ്. No explanation. ലീവ് എടുക്കാതെ ഡ്യൂട്ടിക്ക് വരാത്ത ഒരു നേഴ്സിനെ എനിക്ക് ഇവിടെ ആവശ്യമില്ല. മൈ ഹോസ്പിറ്റൽ ഡിമാൻഡ് സർട്ടൻ ഡിസിപ്ലിൻ. അത് തെറ്റിക്കുന്ന ആരെയും എനിക്ക് ഇവിടെ ആവശ്യമില്ല. വെദർ ഇറ്റ് ഈസ് എ ഡോക്ടർ, പേഷ്യന്റ്, നേഴ്സ് ഓർ ആൻ അറ്റൻഡർ. ത്രേസ്യയെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. സർ,
നിങ്ങൾക്കുള്ളൊരു വാണിംഗ് കൂടിയാണിത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. യെസ് സർ. താൻ ഇന്ന് വന്ന ആളാ അല്ലേ? എന്താ ചിരിക്കുന്നത്? ജി വിനോദ് കുമാർ, അതാണ് പേര്. ദാ ഇത് കണ്ടോ, അഡ്മിറ്റ് ചെയ്യാൻ വന്ന മൂത്ത ജ്യേഷ്ഠൻ ഒപ്പിട്ട് തന്നിട്ട് പോയ ബ്ലാങ്ക് ചെക്കുകളാ. 6 സഹോദരന്മാരിൽ ഇളയവനായവൻ. എല്ലാരും വലിയ ബിസിനസ്സുകാരാ. നാച്ചുറലി ഒരു ഭ്രാന്തനെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമുണ്ടാവില്ല. അച്ഛൻ താലോലിച്ചു വഷളാക്കി എന്ന അവരുടെ അഭിപ്രായം. എന്താ അദ്ദേഹത്തിന്റെ പേര്? റിട്ടയർഡ് ജഡ്ജ് മേലേപ്പാട്ട് ഗോവിന്ദമേനോൻ. നിന്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ ഇവിടുത്തെ ബാല്യക്കാരായിരുന്നു. പഠിക്കാനുള്ള നിന്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയാണ് നിനക്ക് ഞാൻ ഫീസ് തന്നിരുന്നത്. എന്റെ മക്കളിൽ ഒരാൾ പഠിച്ച് ഡോക്ടറായി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും പഠിത്തത്തിലല്ല താല്പര്യം. നീ ജയിക്കും എന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഉണ്ണികൃഷ്ണൻ 1ാം റാങ്ക്. ഐ എം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. വിനു, അത് ഉണ്ണിയേട്ടന് കൊടുക്ക. എന്തിനാ? ഉണ്ണിയേട്ടൻ പഠിച്ചു വലിയ ഡോക്ടർ ആവുമ്പോ മോന് ഉവ്വാവ് വന്ന ഭേദമാക്കണ്ടേ? കൊടുക്കുമോനെ. ഇത് 50,000 രൂപയുണ്ട്. നീ മെഡിസിൻ ചേരണം. മനുഷ്യന്റെ കാര്യമല്ലേ. ഒരുപക്ഷെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലും നിന്റെ പഠിത്തം മുടങ്ങരുത്. ഉണ്ണി, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. സാർ, നോ. വിനോദ്, ലുക്ക് ഹിയർ. ഇങ്ങോട്ട് മാറി നിൽക്ക്. തന്നെ ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. തന്നെ കണ്ടപ്പോ തന്നെ എനിക്കൊരല്പം രസക്കേട് തോന്നിയിട്ടുണ്ട്. കോപ്പറേറ്റ് ചെയ്യാത്ത രോഗികളോട് ഞാൻ ക്രൂരമായി പെരുമാറിയെന്ന് വരും. അതിനിട വരുത്തരുത്. യു മേ ഗോ. അതെനിക്ക് തരുമോ? വിനു, വിനുവിന് എന്നെ മനസ്സിലായോ? ഉണ്ണിയേട്ടൻ